ശിവശങ്കറിന് പിന്നാലെ ആത്മകഥയുമായി സ്വപ്ന സുരേഷ്. സ്വർണ്ണക്കടത്ത് കേസിൽ സർക്കാരിനോ സർക്കാരിന്റെ പ്രതിനിധികൾക്കോ പങ്കില്ലെന്ന ശബ്ദ സന്ദേശം താൻ റെക്കോർഡ് ചെയ്തത് LDFന് തുടർഭരണം കിട്ടാനായിരുന്നുവെന്ന് ആത്മകഥയിൽ സ്വപ്ന പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുഖ്യമന്ത്രിയുടെ മകൾ M ശിവശങ്കർ, ജയിൽ DIG അജയ്കുമാർ തുടങ്ങിയവർക്ക് എതിരെയാണ് ആരോപണങ്ങൾ. ചതിയുടെ പത്മവ്യൂഹം എന്ന ആത്മകഥ പുറത്തിറക്കുന്നത് കറണ്ട് ബുക്സാണ്. മറ്റന്നാൾ ആത്മകഥ പുറത്തിറങ്ങും. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരും. അനീഷ്, നേരത്തെ സ്വപ്ന മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ, ഒപ്പം കോടതിയിൽ രഹസ്യമൊഴിയായി നൽകിയ പ്രധാനപ്പെട്ട വിവരങ്ങൾ, ഇതിനപ്പുറം മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഈ ആത്മകഥയിലൂടെ പറയാൻ ശ്രമിക്കുന്നു? രഞ്ജിത്ത്, ശിവശങ്കറിന്റെ ആത്മകഥ സൃഷ്ടിച്ച അലയൊലികൾ അടങ്ങും മുമ്പാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് പുതിയ ആത്മകഥയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിനും സർക്കാരിന്റെ പ്രതിനിധികൾക്കോ ബന്ധമില്ല എന്ന തരത്തിൽ തന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു. ഇത് LDF സർക്കാരിന് തുടർഭരണം ഉറപ്പുവരുത്താനുള്ള ഒരു നീക്കമായിരുന്നു എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. ഭരണം മാറുകയാണ്, UDF അധികാരത്തിലെത്തിയാൽ കേസന്വേഷണത്തിന്റെ രീതി തന്നെ മാറും, തുടർന്ന് തന്നെ രക്ഷിക്കാൻ ഭരണത്തിൽ ആരും ഉണ്ടാവില്ല, അതുകൊണ്ട് തുടർഭരണം വരേണ്ടത് തന്റെ കൂടി ആവശ്യമാണെന്ന് വിശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിനുശേഷമാണ് ഇത്തരത്തിലൊരു ഓഡിയോ റെക്കോർഡിംഗ് ചെയ്ത് അന്വേഷണം സ്വപ്ന സുരേഷ് വരെ, അതായത് തന്നിലേക്ക് വരെ എത്തുകയുള്ളൂ എന്ന ഒരു ഉറപ്പ് നൽകിയിരുന്നു. ഇതനുസരിച്ചാണ് സന്ദീപ് നായർ തനിക്ക് നിർദ്ദേശം നൽകിയത്. ഈ നിർദ്ദേശപ്രകാരമാണ് താൻ ആ ശബ്ദം റെക്കോർഡ് ചെയ്തത്, നൽകിയത് എന്നാണ് സ്വപ്ന സുരേഷ് ആത്മകഥയിൽ പറയുന്നത്. തൃശൂർ കറണ്ട് ബുക്സ് ആണ് സ്വപ്നയുടെ ആത്മകഥ പുറത്തിറക്കുന്നത്. മറ്റന്നാൾ പുസ്തകം പ്രസിദ്ധീകരിക്കും എന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. നേരത്തെ തന്നെ ഈ സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ, കോടതിയിൽ നൽകിയ രഹസ്യമൊഴി, മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് നൽകിയ മൊഴി എന്നിവയ്ക്കൊക്കെ അപ്പുറം മറ്റു ചില കാര്യങ്ങളും പുസ്തകത്തിലുണ്ട് എന്ന ചില സൂചനകൾ ലഭിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ, മുഖ്യമന്ത്രിയുടെ മകൾ, ജയിൽ DIG എന്നിവർക്കെതിരെയും വെളിപ്പെടുത്തലുകൾ ഉണ്ട്. ഒപ്പം ഈ സ്പ്രിംഗ്ലർ ഡേറ്റ ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് കോടികൾ കണക്കിന് രൂപ ലഭിച്ചിരുന്നു എന്ന് ഈ ആത്മകഥയിൽ ആരോപിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുൻ ആരോഗ്യമന്ത്രിയായ KK ശൈലജ ടീച്ചറും ശിവശങ്കറുമായി ഏറ്റുമുട്ടലുണ്ടായി എന്ന ഒരു രാഷ്ട്രീയ പോർമുഖം കൂടി ഈ ആത്മകഥയിൽ സ്വപ്ന സുരേഷ് തുറക്കുന്നുണ്ട്. ഈ നേരത്തെ പല ഘട്ടങ്ങളിലായി സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ച മുൻ മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയും ഈ ആത്മകഥയിലും പരാമർശമുണ്ട്. ഒപ്പം വ്യക്തിപരമായ ചില വിവരങ്ങളും സ്വപ്ന ഈ ആത്മകഥയിൽ ചേർത്തിരിക്കുന്നു. ഇതിൽ ശിവശങ്കർ തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് തന്റെ കഴുത്തിൽ താലി കെട്ടി നിറകിൽ കുങ്കുമം ഇട്ടു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഒരിക്കലും കൈവിടില്ല എന്നാണ് ശിവശങ്കർ തനിക്ക് ഉറപ്പ് നൽകിയത്. ഇതിനുശേഷം ഈ NIA കേസിൽ അറസ്റ്റിലായി NIA ഓഫീസിലെത്തുമ്പോഴും തന്റെ കഴുത്തിൽ ശിവശങ്കർ അണിയിച്ച താലി ഉണ്ടായിരുന്നുവെന്നും സ്വപ്ന പറയുന്നു. എന്തായാലും ഈ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴും ലൈംഗിക ആരോപണമൊന്നും തനിക്ക് ആർക്കുമെതിരെ ഉന്നയിക്കാനില്ല എന്ന സൂചനകൾ, അല്ലെങ്കിൽ അത്തരം പരാമർശങ്ങൾ പുസ്തകത്തിൽ ഇല്ല എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ ഒരു മുൻ മന്ത്രി ലൈംഗിക ചൊവ്വയോടുകൂടി ഇടപെട്ട് ചില വാട്സാപ്പ് ചാറ്റുകൾ ചെയ്യുകയും ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ താൻ ഇതിന് വഴങ്ങാൻ തയ്യാറായില്ല. ഇതിന്റെയൊക്കെ അടക്കം രേഖകൾ തന്റെ ഫോണിൽ ഉണ്ട്, അവ അന്വേഷണത്തിന് കൈമാറിയിട്ടുണ്ടെന്നും പറയുന്നു. എന്തായാലും 2-3 കാര്യങ്ങളാണ്. ഒന്ന്, LDF സർക്കാരിന്റെ തുടർച്ച ആണ് താൻ ഈ ഫോൺ സന്ദേശം റെക്കോർഡ് ചെയ്യാൻ കാരണം. മറ്റൊന്ന്, ഈ KK ശൈലജയും ശിവശങ്കറുമായി ഏറ്റുമുട്ടലുണ്ടായി തുടങ്ങിയ കാര്യങ്ങൾ. ഇവ ആയിരിക്കും ഒരു രാഷ്ട്രീയ വിവാദമായി മാറുക. എന്തായാലും ഇത്തരം കാര്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. മറ്റന്നാളാണ് പുസ്തകം പുറത്തിറങ്ങുന്നത്. ടീച്ചറുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ, ഈ ശിവശങ്കറുമായി ഈ സ്പ്രിംഗ്ലർ ഇടപാട്, ഡേറ്റ ഇടപാടിലടക്കം വലിയ വാക്കുതർക്കമുണ്ടായി എന്നതും വളരെ ഗൗരവതരമായ ചില വെളിപ്പെടുത്തലുകളാണ്. അതും ഒരുപക്ഷെ വരും ദിവസങ്ങൾ ചർച്ചയായേക്കാം, അല്ലേ അനീഷ്? തീർച്ചയായും അതൊരു ചർച്ചയ്ക്കാവാൻ സാധ്യതയുണ്ട്. കാരണം ഈ KK ശൈലജ ടീച്ചർ ഈ ഇടത് സർക്കാരിന്റെ 2ാം തുടർച്ചയിൽ മന്ത്രിയാവും എന്ന സൂചനകളൊക്കെ ലഭിച്ചിരുന്നു. എന്നാൽ വളരെ പെട്ടെന്നാണ് ശൈലജ ടീച്ചർ അടക്കമുള്ള മന്ത്രിമാരെ ഒഴിവാക്കുകയും ഒരു പുതിയ ടീം ഇത്തവണ വരട്ടെ എന്ന് തീരുമാനമെടുക്കുകയും ചെയ്ത്, ഇതിന് പിന്നാലെ ശൈലജ ടീച്ചറുടെ വിശ്വസ്തരായ പല ആളുകളെയും പല തസ്തികകളിൽ നിന്നും മാറ്റുന്ന അടക്കമുള്ള വലിയ ചർച്ചകൾ, വലിയ ആക്ഷേപങ്ങളൊക്കെ പല തരത്തിൽ നിന്നും ഉയർന്നു. അതുകൊണ്ടൊരു ഭിന്നത ഈ പിണറായി വിജയനും മുഖ്യമന്ത്രിയും ശൈലജ ടീച്ചറും തമ്മിൽ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളാണ് ഉണ്ടാവുകയത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി ഈ സ്പ്രിംഗ്ലർ ഇടപാടുമായി ബന്ധപ്പെട്ട് ശൈലജ ടീച്ചർ ഏറ്റുമുട്ടലുണ്ടായി എന്ന സ്വപ്നയുടെ ആരോപണം ചർച്ചയായി മാറുക. കാരണം ഈ പുതിയ മന്ത്രിസഭ വന്ന ശേഷം ശൈലജ ടീച്ചറോടൊപ്പം ഉണ്ടായിരുന്ന ടീമിനെ മുഴുവൻ അത്തരം പ്രധാന തസ്തികകളിൽ നിന്ന് മാറ്റിയതൊക്കെ അടക്കം വലിയ ചർച്ചകളുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു രാഷ്ട്രീയമായ ഒരു പോർമുഖം തുറന്നിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഇനി ശൈലജ ടീച്ചറും ശിവശങ്കറും അടക്കമുള്ള കാര്യങ്ങൾ പ്രതികരിക്കേണ്ടതുണ്ട്. എന്തായാലും സ്വപ്നയുടെ ഒരു ആരോപണം എന്ന രീതിയിൽ ഒരു കടന്നിലേക്ക് കല്ലെറിഞ്ഞ രീതിയിൽ തന്നെയാണ് ഈ ആരോപണം വന്നിരിക്കുന്നത്. ശരി.
MS സനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. വടക്കഞ്ചേരി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഗതാഗത വകുപ്പിന്റെ ഉന്നതതല യോഗം ഇന്ന്. മന്ത്രി ആന്റണി രാജുവിന്റെ നേതൃത്വത്തിൽ രാവിലെ 10:30-ക്കാണ് യോഗം. മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട് യോഗം ചർച്ച ചെയ്യും. നിലവിലുള്ള നിയമങ്ങൾ കർശനമായി നടപ്പാക്കാനും അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കാനും അടിയന്തരമായി നടപ്പാക്കേണ്ട കാര്യങ്ങളും യോഗം ചർച്ച ചെയ്യും. ഡാൻ കുര്യൻ ചേരും. ഡാൻ, ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ പരിശോധനകൾ സംസ്ഥാനത്തുടനീളം പുരോഗമിക്കുന്നുണ്ട്. നിരവധി വാഹനങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട്. കാര്യക്ഷമമായി ഇത്തരം കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണോ മോട്ടോർ വാഹന വകുപ്പിന്റെ യോഗത്തിന്റെ ഉദ്ദേശം? രഞ്ജിത്ത്, വടക്കഞ്ചേരി അപകടത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് നടക്കുന്ന ഉന്നതതല യോഗത്തിൽ കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാകും. അതുകൂടി ചർച്ച ചെയ്ത ശേഷമാക്കും തുടർ പരിശോധനകൾ എങ്ങനെയായിരിക്കണം എന്നൊരു കാര്യത്തിൽ തീരുമാനമെടുക്കുക. നമുക്ക് ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ഇത്തരത്തിൽ 5 പേർക്ക് മുകളിൽ റോഡ് അപകടങ്ങളിൽ മരണപ്പെട്ടാൽ അതത് മേഖലകളുടെ ട്രാഫിക് SP-മാരും പൊതുമരാമത്ത് വകുപ്പിലെ എഞ്ചിനീയർമാരും ഒപ്പം തന്നെ ഈ വകുപ്പ് സെക്രട്ടറിമാരും ചേർന്ന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം. ഈ റിപ്പോർട്ട് ട്രാഫിക് IG-ക്ക് കൈമാറും. എന്നിട്ടായിരിക്കും ഈ അപകടങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുന്ന ഒരു നടപടിയുണ്ട്. അപ്പം ഈ ഒരു സ്ഥലത്ത് നേരത്തെ ഇത്തരത്തിൽ അപകടങ്ങൾ എത്രയെണ്ണം നടന്നിട്ടുണ്ട്, അതിൽ എത്ര പേർ മരണപ്പെട്ടിട്ടുണ്ട്, അതിലേക്ക് നയിച്ച കാരണം എന്താണ്, ഇതൊക്കെ വിശദമായി പരിശോധിക്കും. ഇത്തരത്തിൽ റോഡുകളുടെ ഈ നിർമ്മാണത്തിലെ എന്തെങ്കിലും അപാകതകളുണ്ടോ, അതോ ഈ വാഹനം ഓടിച്ചതിലെ പിഴവ് മാത്രമാണോ, ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് വ്യാപകമായി ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ടോ, വാഹനങ്ങളുടെ പെർമിറ്റ് ഉൾപ്പെടെ നൽകിയിരിക്കുന്നത് അത് നിയമാനുസൃതമായിട്ടാണോ, ഇത്തരത്തിലുള്ള പരിശോധനകളാകും വരും ദിവസങ്ങളിൽ നടക്കുക. അതിന് മുന്നോടിയായിട്ടാണ് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറും ഒപ്പം തന്നെ ഗതാഗത വകുപ്പ് സെക്രട്ടറിയും ഉൾപ്പെടുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള യോഗം നടക്കുന്നത്. ഈ യോഗത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എന്തായിരിക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുക. രഞ്ജിത്ത്. ശരി, ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. വടക്കഞ്ചേരി ബസ് അപകടത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇന്ന് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകും. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വമേധയാ എടുത്ത കേസിലാണ് നടപടി. ഡാനി പോൾ വിവരങ്ങൾ നൽകും. ഡാനി, ഹൈക്കോടതി ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തിരുന്നു. പരിശോധനകൾ ശക്തമാക്കണമെന്നും ഒപ്പം മോട്ടോർ വാഹന വകുപ്പിന്റെ കാര്യക്ഷമതയടക്കം ചോദ്യം ചെയ്തിരുന്നു. എന്താകും ഇതിനൊക്കെയുള്ള മറുപടി കോടതിയോട് ബോധിപ്പിക്കാൻ ശ്രമിക്കുക? രഞ്ജിത്ത, ഇത് സംബന്ധിച്ച അന്ന് കോടതി സ്വമേധയാ തന്നെ കേസെടുക്കുമ്പോൾ നിരവധിയായ കാര്യങ്ങൾ കോടതി തന്നെ പറഞ്ഞിരുന്നു. കോടതിയുടെ ഒരു നിരീക്ഷണമായിട്ട് പറഞ്ഞിരുന്നത് തന്നെ പൊതുഗതാഗത സംവിധാനത്തിൽ യാതൊരു രീതിയിലുള്ള ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ പോകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആർക്കും തന്നെയും നിയമം അനുസരിക്കേണ്ടതാണെന്നോ അല്ലെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമോ നിരത്തുകളിലില്ല എന്ന് കോടതി പറഞ്ഞിരുന്നു. കോടതിയുടെ ഒരു നിരീക്ഷണവും പൊതുനിരീക്ഷണവും അത് തന്നെയാണ്. അതുകൊണ്ട് ഇതിൽ മതിയായ രീതിയിലുള്ള ഇടപെടലുകൾ നടന്നേ കഴിയുള്ളൂ. ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയും നടത്താൻ കഴിയാത്ത സാഹചര്യമാണ്. ഇത്തരം വടക്കാഞ്ചേരി അപകടം അടക്കമുള്ള കാര്യങ്ങൾ അതൊരു പാഠമാകണം. ഇനിയൊരു അപകടം ഉണ്ടാകാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം. ആ രീതിയിലേക്ക് ഒരു പൊളിച്ചെഴുത്തുണ്ടാകണമെന്നത് അടക്കം കോടതി വളരെ കാര്യമായി തന്നെയാണ് ഇത്തരം കാര്യങ്ങളെ നിരീക്ഷിക്കുകയും അതിൽ ഇടപെടുകയും പറയുകയും ചെയ്തിരുന്നത്. ട്രാൻസ്പോർട്ട് കമ്മീഷൻ അടക്കം പിന്നീട് വിളിച്ചു വരുത്തുകയും ഇതിൻ്റെ ഒരു നിജസ്ഥിതികൾ, നിലവിലെ സംവിധാനം എന്താണ്, എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്, ഇതിൽ ഏത് രീതിയിൽ ഇടപെടലുകൾ നടത്താൻ കഴിയും, ഇപ്പോഴെത്ര നടപടികൾ എടുത്തു എന്നതടക്കം വളരെ വിശദമായി തന്നെ കോടതി അത് പരിശോധിക്കുകയാണ് ഉണ്ടായത്. അത് ഈ അപകടം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ന് ഇപ്പോൾ പോലീസും അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ട് അതോറിറ്റി എല്ലാം തന്നെ ഈ റിപ്പോർട്ടുകൾ സമർപ്പിക്കുമ്പോഴും കോടതിക്ക് മുന്നിലുള്ളതും കോടതി പരിഗണിച്ചതുമായ കാര്യങ്ങൾ, കോടതിയുടെ നിരീക്ഷണങ്ങൾ ഒരു ഭാഗത്തുണ്ട്. അതുകൊണ്ട് ഈ നിലവിൽ എടുത്തിരിക്കുന്ന നടപടികൾ എന്ത് എന്നത് കോടതിക്ക് മുൻപാകെ വിശദമായിട്ട് നൽകേണ്ടി വരും. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു അപകട കാരണമായിട്ട് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് ടൂറിസ്റ്റ് ബസ്സിൻ്റെ അമിത വേഗവും ഡ്രൈവറുടെ അശ്രദ്ധയും തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. KSRTCയുടെ വാഹനത്തിൻ്റെ ഭാഗത്തു നിന്ന് കുഴപ്പങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് അവരുടെ എൻഫോഴ്സ്മെന്റ് RTO നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് ടൂറിസ്റ്റ് ബസ്സുകൾ നടത്തിയ വലിയ രീതിയിലുള്ളൊരു നിയമലംഘനം, അശ്രദ്ധയും അമിതവേഗവും ഇത് തന്നെയായിരിക്കും ഒരു പ്രഥമ പരിഗണന എന്ന രീതിയിലേക്ക് വരിക. ഒപ്പം തന്നെയും ഇവിടെ നടത്തിയ പരിശോധനകൾ, ദൃക്സാക്ഷികളുടെ മൊഴികൾ, CCTV ദൃശ്യങ്ങൾ എന്നിവ അടക്കം ഈ റിപ്പോർട്ടിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ട്. ബസ് ഉടമയുടെയും അതോടൊപ്പം തന്നെ ബസ് ഡ്രൈവർ ജോമോൻ്റെയും എല്ലാം തന്നെ മൊഴിയും ഇവരെ സ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുപ്പടക്കം നടത്തിയിരുന്നു. ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങളും കോടതിക്ക് മുന്നിലേക്ക് വരും. ഒപ്പം വളരെ പ്രധാനപ്പെട്ടതായി ജോമോൻ്റെ പരിശോധനകളടക്കം ഏതെങ്കിലും രീതിയിലുള്ള ലഹരി ഉപയോഗിച്ചിരുന്നു എന്നതടക്കമുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ റിപ്പോർട്ടും
ഇന്ന് തന്നെ കോടതിക്ക് മുൻപാകെ സമർപ്പിക്കപ്പെടാൻ തന്നെയാണ് സാധ്യത. എന്തായാലും കോടതി വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ആ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. സംസ്ഥാനത്തെ പൊതുഗതാഗത ഈ സംവിധാനത്തിൽ റോഡിൽ നടക്കുന്നത് എന്ത് എന്നതടക്കം കോടതി ചോദിച്ചിരുന്നു. നിലവിലെ സംവിധാനങ്ങൾ ഇത് മതിയാകുമോ എന്നതടക്കം കാര്യങ്ങൾ കോടതി പരിശോധിച്ചിരുന്നു. ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ റിപ്പോർട്ടിൽ കോടതിയുടെ ഒരു തുടർ പരിശോധന ഉണ്ടാകുക. ഈ സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ വസ്തുതകൾ എന്തെന്ന് കോടതി വിശദമായി പരിശോധിക്കുകയും തന്നെ. ഡാനി പോളാണ് വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് പങ്കുവച്ചത്. ഏതായാലും പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും റിപ്പോർട്ട് ഇന്ന് കോടതിയിലെത്തും. നിയമം പാലിക്കാത്ത കോൺട്രാക്ട് കാരിയേജ് ബസ്സുകൾക്കെതിരെ ഓപ്പറേഷൻ ഫോക്കസ് 3യുടെ ഭാഗമായി ശക്തമായ നടപടി തുടരുന്നു. 3ാം ദിവസം നിയമലംഘനങ്ങൾക്ക് 14.54 ലക്ഷം രൂപ പിഴ ചുമത്തി. 1050 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഏറ്റവും കൂടുതൽ കേസുകൾ അനധികൃത സൈറ്റുകൾ ഉപയോഗിച്ചതിലാണ്. 754 കേസുകളാണ് ഇതിലെടുത്തത്. 74 ബസ്സുകളുടെ ഫിറ്റ്നസ് റദ്ദാക്കി. 30 ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. സ്പീഡ് ഗവർണർ കൃത്രിമം നടത്തിയതിനും അനധികൃതമായി രൂപമാറ്റം വരുത്തിയതിനും എയർ ഹോൺ അടക്കമുള്ളവ ഉപയോഗിച്ചതിനും കേസുകൾ എടുത്തിട്ടുണ്ട്. മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് ഇന്ന് നിർണായകം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ സമൻസിനെതിരെ തോമസ് ഐസക് സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ചാണ് ഹർജിയിൽ വിധി പറയുക. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി പോൾ, ഐസക്കിന് ഏറെ നിർണായകമാണ്. കാരണം ED ഐസക്കിനെതിരെ നിരവധിയായ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ ഇന്ന് കോടതിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ? രഞ്ജിത്ത, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസ് EDയുടെ ഒരു നീക്കം അത് എത്ര കണ്ട ഫലപ്രദമാണ്, EDക്ക് ഇതിൻ്റെ ഒരു അധികാരം എന്ത് എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു തോമസ് ഐസക് മുൻ ധനമന്ത്രി ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിലെത്തിയത്. യാതൊരു രീതിയിലുള്ളൊരു അവകാശമില്ലാത്തൊരു കാര്യമാണ് ED ഇപ്പോൾ നടത്തുന്നത്. ഇത് സംബന്ധിച്ച ഇത് ഒരു കിഫ്ബിയുടെ പ്രവർത്തനങ്ങളെ തന്നെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ഇടപെടൽ ഇതാണ് നടക്കുന്നതെന്നായിരുന്നു തോമസ് ഐസക്കിൻ്റെ ഒരു വാദമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED അതിന് വളരെ കൃത്യമായ രീതിയിൽ തന്നെ മറുപടി സത്യവാങ്മൂലം നൽകിയിരുന്നു. ഇതിൽ അനാവശ്യമായ ഒരു തിടുക്കമാണ് തോമസ് ഐസക് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസിൽ തോമസ് ഐസക് പ്രതിയല്ല, അത്തരമൊരു സാഹചര്യമല്ല. ED അന്വേഷിക്കുന്നത് ഈ മസാല ബോണ്ട് സംബന്ധിച്ചുള്ള അന്വേഷണ കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഫെമയുടെ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതായി ബന്ധപ്പെട്ട വകുപ്പിന്റെ നിയമത്തിന്റെ ലംഘനം നടന്നിട്ടുണ്ടോ, അത്തരം പരാതികൾ ഉണ്ടായിട്ടുണ്ട്. CAG റിപ്പോർട്ടിലടക്കം അത്തരം കാര്യങ്ങൾ പല രീതിയിലുള്ള ഒരു ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ED അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഇതിന് വ്യക്തികൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. EDയുടെ അന്വേഷണത്തെ, ഈ രീതിയിലുള്ളൊരു അന്വേഷണത്തെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു അനാവശ്യ തിടുക്കവും കാര്യങ്ങളും എല്ലാം തന്നെയാണ് തോമസ് ഐസക്കിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. EDക്ക് കൃത്യമായ അധികാരങ്ങൾ ഇത് സംബന്ധിച്ചുണ്ട്, അത് വിവക്ഷ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ അധികാരത്തിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതെന്നാണ് ED പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കിഫ്ബിയും ഒരു വേള EDയുടെ നടപടികൾ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ നേരത്തെ കിഫ്ബിയും അടക്കം മുന്നോട്ട് വന്നിരുന്നു. ഇത്തരം ഈ നിയമാനുസൃതമായ കാര്യങ്ങൾ മാത്രം നടക്കുന്നു, ഇത്തരം പണമിടപാടുകൾ ചോദ്യം ചെയ്യാൻ റിസർവ് ബാങ്കിന് മാത്രമാണ് കഴിയുന്നതെന്നടക്കം കിഫ്ബിയും നേരത്തെ EDയുടെ നിലപാടുകൾ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നു. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം കോടതിക്ക് മുന്നിലുണ്ട്. രണ്ട് ഭാഗത്തിൻ്റെയും വാദപ്രതിവാദങ്ങൾ, പ്രത്യേകിച്ച് സത്യവാങ്മൂലങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടാണ് കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതും അതോടൊപ്പം തന്നെ EDയുടെ അന്വേഷണത്തിൻ്റെ സാധ്യതകളും എല്ലാം തന്നെ കോടതി പരിശോധിച്ച ശേഷമായിരിക്കും നടപടികൾ ഉണ്ടാകുക. എന്തായാലും തോമസ് ഐസക്കിന് ഇതിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷണവും നടപടികളും എല്ലാം തന്നെ നിർണായകമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രഞ്ജിത്ത, ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാസർഗോഡ് പാലക്കുന്നിലെ യൂസഫ് ഹാജി സ്വന്തമാക്കിയത് 200-ലധികം രാജ്യങ്ങളുടെ 5000-ഓളം സ്റ്റാമ്പുകൾ. പ്രവാസ ജീവിതത്തിനിടയിലാണ് യൂസഫ് ഹാജി സ്റ്റാമ്പ് ശേഖരണം ജീവിതചര്യ ആക്കിയത്. പതിനഞ്ച് വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയിൽ യൂസഫ് ഹാജി സ്വന്തമാക്കിയത് 200-ലധികം രാജ്യങ്ങളുടെ 5000-ഓളം സ്റ്റാമ്പുകൾ. എല്ലാം പതിറ്റാണ്ടുകൾ പഴക്കമുള്ളവ. വിവിധ രാജ്യങ്ങളിലെ പ്രധാന സംഭവങ്ങൾ, ലോക നേതാക്കൾ, വ്യക്തികൾ, ലോകവിശേഷങ്ങൾ, കായികമേളകൾ എല്ലാം ഹാജിയുടെ ആൽബത്തിൽ ഇടം നേടിയിട്ടുണ്ട്.
1862 അമേരിക്കൻ സിവിൽ വാറിന്റെ ഓർമ്മയ്ക്കായി US പുറത്തിറക്കിയ സ്റ്റാമ്പും വിലമതിക്കുന്നതാണ്. എലിസബത്ത് രാജ്ഞിയുടെ പേരിൽ ഒരു പെന്നി മുതൽ മുകളിലോട്ടുള്ള സ്റ്റാമ്പുകളും ഫയലിലുണ്ട്. ഐറ്റംസ് കൂടുതലുള്ളത് വേൾഡ് നേതാക്കന്മാർ, അതിൻ്റെ ആനിമൽസ്, ബട്ടർഫ്ലൈസ്, പിന്നെ ബേഡ്സുകൾ, മറ്റേ വ്യത്യസ്തമായിട്ടുള്ള ചില സാറ്റലൈറ്റുകൾ, ഇങ്ങനത്തെയുള്ള ആൾക്കാർക്ക്, കായികം കളിക്കുന്ന ആൾക്കാർക്ക് എന്നുവേണ്ട എനിക്ക് തന്നെ ഏതൊക്കെ വ്യത്യസ്തമായിട്ട് എന്തൊക്കെ നമ്മൾ ലോകത്തുണ്ട് അതിൻ്റെ എല്ലാ ഫോട്ടോകളും വരുന്ന സ്റ്റാമ്പുകളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വെക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഓഫീസിലേക്ക് വരുന്ന തപാൽ ഉരുപ്പടികളിലെ സ്റ്റാമ്പുകൾ സ്വന്തമാക്കിയാണ് സ്റ്റാമ്പ് ശേഖരണത്തിന് തുടക്കം. പാലക്കുന്നിൽ ഫാബ്രിക്സ് കട നടത്തി വരുന്ന യൂസഫ് ഹാജി ജോലിക്കിടയിലും സ്റ്റാമ്പ് ശേഖരണത്തിന് സമയം കണ്ടെത്തും. ന്യൂസ് 18 കാസർഗോഡ്. ചിത്രരചനയിൽ വ്യത്യസ്തത തീർക്കുകയാണ് കോഴിക്കോട്ടെ ദിയ ഫാത്തിമ. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ ആനയാംകുന്ന് ഹൈസ്കൂളിൽ ശാസ്ത്രമേളയുടെ ഭാഗമായാണ് 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ദിയ ഫാത്തിമ ചിത്രരചന നടത്തിയത്. ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് മുന്നോടിയായി കാരശ്ശേരി ആനയാംകുന്ന് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ശാസ്ത്രമേളയിൽ ഈ 7ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ രചനകളാണ് ശ്രദ്ധേയം. ഇരുകാലുകൾക്കും സ്വാധീനമില്ലാത്ത ദിയ ഫാത്തിമ ലോക്ക്ഡൌൺ സമയത്താണ് ചിത്രരചന ആരംഭിച്ചത്. രാഷ്ട്രീയ നേതാക്കളുടെയും സിനിമാ താരങ്ങളുടെയും കായിക താരങ്ങളുടെയും ചിത്രങ്ങൾ ദിയയുടെ ശേഖരത്തിലുണ്ട്. ചിത്രരചനയ്ക്ക് സഹോദരിയും സഹായിക്കാറുണ്ടെന്ന് ദിയ പറയുന്നു. അധ്യാപകരും വീട്ടുകാരും വലിയ പിന്തുണയാണ് നൽകുന്നത്. 6ാം ക്ലാസ് പഠിക്കുമ്പോൾ കൊറോണ ടൈമിലാണ് ഞാൻ വരയ്ക്കാൻ തുടങ്ങിയത്. കുറേ ആളെ വരച്ചിരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഡ്രോയിങ്. ഫ്രീ ടൈം കിട്ടുന്ന സമയം ഫുള്ള് ഞാൻ വരയ്ക്കും. പെൻസില്, പിന്നെ പേന, ജെൽ പേനാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്. ശാസ്ത്രമേളയുടെ ഭാഗമായി വിവിധ വർക്കിംഗ് മോഡലുകളുടെയും പുരാവസ്തുക്കളുടെയും ഗണിതശാസ്ത്ര ചിത്ര പ്രദർശനവും സ്കൂളിൽ സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് 18 മുക്കം. സ്പീക്കർ എൻ ഷംസീർ മാധ്യമങ്ങളെ കാണുന്നു. മധ്യപ്രദേശ് സ്പീക്കറും അദ്ദേഹത്തോടൊപ്പമുണ്ട് തത്സമയം. കേരളത്തിലാണ് പുതിയ നിയമസഭയിൽ എപ്പോഴും പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങൾക്കും കേരളത്തെ പഠനമാക്കാൻ വേണ്ടി തയ്യാറാകുന്നു. പുതിയ സ്പീക്കർ എന്ന നിലയിൽ അങ്ങനെ ഇങ്ങനെ അത് അല്ല, കേരള മോഡൽ ലോകം അറിയപ്പെടുന്ന മോഡലാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം പോലെ തന്നെ നിയമസഭയുടെ കാര്യത്തിലും കേരള മോഡലാണ്. നിയമനിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ, നിയമസഭാ ദിനങ്ങൾ ചേരുന്ന കാര്യത്തിൽ, അതുപോലെ ഡിജിറ്റലൈസേഷൻ്റെ കാര്യത്തിൽ ഞങ്ങളിപ്പോൾ കേരള നിയമസഭയെ ഗ്രീൻ അസംബ്ലിയാക്കി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ നവീന ആശയങ്ങളുമായി എല്ലാവരുടെയും ഉപദേശ നിർദ്ദേശങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നവീന ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു. എൻ ഷംസീർ, കേരള നിയമസഭാ സ്പീക്കർ, മധ്യപ്രദേശ് സ്പീക്കർ എന്നിവർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനും ലഭ്യമാകുമെന്ന് കരുതാം. വന്യമൃഗശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പുതിയ കണ്ടുപിടുത്തവുമായി കർഷകൻ. ഇടുക്കി പെരിഞ്ചാൻകുട്ടിയിലെ ജോർജ് കുട്ടിയാണ് പുതിയ പരീക്ഷണത്തിലൂടെ കാട്ടുമൃഗങ്ങളെ തുരത്തുന്നത്. മലയോര മേഖലയിലെ കർഷകരുടെ പ്രധാന വെല്ലുവിളി കാട്ടുമൃഗങ്ങളുടെ ആക്രമണമാണ്. മുൻപൊക്കെ എലിയും മുള്ളൻപന്നിയും കാട്ടുകോഴിയുമൊക്കെയായിരുന്നു കർഷകന്റെ ശത്രു. എങ്കിലിപ്പോൾ കാട്ടുപന്നിയും കുരങ്ങും കാട്ടാനയുമെല്ലാം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ്. ഇതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ തേടി കർഷകർ അലയുമ്പോഴാണ് ഇടുക്കി പെരിഞ്ചാംകുട്ടി നിവാസിയായ ജോർജ് കുട്ടി 3 കുപ്പികൾ കൊണ്ട് കാട്ടുമൃഗങ്ങളെ തുരത്തുന്ന പുത്തൻ രീതിയുമായി എത്തുന്നത്. രാത്രിയിലെ പന്നിയുടെ ശല്യം വരുമ്പോഴത്തേക്ക് അതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ചെറിയ ചെലവില്ലാത്ത ഈ വിദ്യ ചെയ്തിരിക്കുന്നത്. രാത്രിയിലും വെളുപ്പാങ്കാലത്തും വരുന്ന കാട്ടുപന്നി ഈ ഏരിയ ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ സൗണ്ട് കേട്ടുകൊണ്ട് ഈ ഏരിയ വിട്ട് മാറിപ്പോകുന്ന അനുഭവമാണ് എനിക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് ഏറ്റവും ചിലവ് പറഞ്ഞൊരു മാർഗ്ഗമാണ് ഇങ്ങനെ ഈ കാണുന്ന രീതികളൊക്കെ. 3 കുപ്പികളും ഒരു ബോർഡും ഉപയോഗിച്ചാണ് ജോർജ് കുട്ടി പുതിയ പ്രതിരോധ തന്ത്രം സൃഷ്ടിക്കുന്നത്. ചരടിൽ തൂക്കിയിടുന്ന ബോർഡ് കാറ്റിൽ ചലിച്ച് കുപ്പികൾ തമ്മിലുരസി ശബ്ദമുണ്ടാക്കും. ഈ ശബ്ദം കാട്ടുമൃഗങ്ങളെ ഭയപ്പെടുത്തുന്നതാണ് എന്നാണ് ജോർജ് കുട്ടി പറയുന്നത്. യാതൊരു ചെലവുമില്ല എന്നതാണ് പ്രത്യേകത. മുഴുവൻ സമയ കർഷകനായ ജോർജ് കുട്ടി മുൻപ് പഞ്ചായത്ത് വകുപ്പിലെ ജീവനക്കാരനായിരുന്നു. 1 രൂപ പോലും ചെലവില്ലാതെ വന്യമൃഗങ്ങളെ തുരത്തുന്ന ഈ രീതി എല്ലാവരും പരീക്ഷിക്കണം എന്നാണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത്. ന്യൂസ് 18 ഇടുക്കി. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി പത്തനംതിട്ട പ്രസ് ക്ലബ്ബും YMCAയും സംഘടിപ്പിച്ച ചിത്രപ്രദർശനം ശ്രദ്ധേയമായി. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബെന്നി അജന്ത പകർത്തിയ 100ഓളം ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. വന്യജീവി സംരക്ഷണത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകി വ്യത്യസ്തമായ ചിത്രങ്ങളാണ് പത്തനംതിട്ട YMCA ഹാളിൽ പ്രദർശിപ്പിച്ചത്. കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിലെ നിബിഡ വനങ്ങളിൽ കണ്ടുവരുന്ന പുലി, കടുവ, കാട്ടുപോത്ത്, ആന എന്നീ വന്യജീവികളുടെയും വിവിധയിനം പക്ഷികളുടെയും ചിത്രങ്ങളാണ് പ്രദർശനത്തിന് ഒരുക്കിയത്.
പത്തനംതിട്ട പ്രസ് ക്ലബ്ബും YMCAയും സംയുക്തമായാണ് ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചത്. 20 വർഷമായി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായി പ്രവർത്തിക്കുന്ന ബെന്നി അജന്ത പകർത്തിയ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ഈ 2 ദിവസം കൊണ്ട് ഒരുപാട് ആൾക്കാർ വന്ന് നമ്മളോട് സംസാരിക്കുകയും സംവദിക്കുകയും ചെയ്തു. അതുകൊണ്ട് എനിക്കൊരു സന്തോഷം. കുറേ കുട്ടികൾക്കായാലും അവർക്ക് ഈ വൈൽഡ് ലൈഫിനെ കുറിച്ചും അതിൻ്റെ ഫോട്ടോഗ്രാഫി എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു. ചിത്രപ്രദർശനം കാണാനെത്തിയ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വന്യജീവി ഫോട്ടോഗ്രാഫി ക്ലാസുകളും സംഘടിപ്പിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട. മോർണിംഗ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ കാണാം.